എല്ലാവർക്കും ഫുഡ് ലാബിലേക്ക് സ്വാഗതം. ഇന്ന് ഉത്രാടാണ്, എല്ലാവരും ഉത്രാടപ്പാച്ചിലാണെന്ന് അറിയാം. അപ്പം നമ്മുടെ ഓണമൊക്കെ വന്നു, ഓണം എത്തിക്കഴിഞ്ഞു. ഇന്നപ്പോൾ ഞാനൊരു ഓണം സ്പെഷ്യൽ ചെറുപയർ പരിപ്പ് പ്രഥമനാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്രഥമനാണിത്. സദ്യക്ക് അത്രയും ടേസ്റ്റ് നൽകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിക്ക് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പം ഞാൻ റെസിപ്പി പറഞ്ഞു തരാം. ഈ ഒരു പ്രഥമൻ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു 6 പീസ് ശർക്കരയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 6 ശർക്കര എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മധുരം കുറച്ച് മതി, അതുകൊണ്ടാണ് 6 പീസ്. അപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശർക്കരപ്പാനി തയ്യാറാവുള്ളൂ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രം മതി. കുറച്ച് ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഉരുക്കി കിട്ടും. ഇപ്പം നമ്മുടെ ശർക്കരപ്പാനി കണ്ടോ, എല്ലാം അലിഞ്ഞ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് പകർത്തി വയ്ക്കാം. ഇനി ഒരു സ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. 1-2 സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുക്കാനുണ്ട്. ഇതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്തുകൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രഥമൻ, പായസം എന്ത് തന്നെയായാലും തേങ്ങാക്കൊത്ത് അതിലുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇടയ്ക്ക് പായസത്തിൻ്റെ കൂടെ കടിക്കാനായിട്ട്. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് ഒരു ചെറിയ ബ്രൗൺ കളർ ആവണ വരെ നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റാം. ഇനി വേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയാണ്. ഇത് രണ്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒന്ന് ബ്രൗൺ കളറായപ്പോൾ തന്നെ ഞാൻ കോരി മാറ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചെറുപയർ പരിപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കണേ. അതും കൂടി ഈ നെയ്യിലൊന്ന് വറുത്ത് കോരി എടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെറിയൊരു വറവേ വരാൻ പാടുള്ളൂ. ഒത്തിരി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞു പോവേ, അത് ശ്രദ്ധിക്കണം എല്ലാവരും. ഇപ്പോൾ ചെറുപയർ പരിപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറുപയർ പരിപ്പ് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. ഒരു 3 വിസിൽ മതി. 3 കപ്പ് വെള്ളവും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി ചെറുപയർ പരിപ്പ് മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, നല്ല കറക്റ്റായിട്ട് പരിപ്പെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി വെന്ത് കുഴഞ്ഞ് അങ്ങനെയൊന്നും പോവാതെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പായസം തയ്യാറാക്കാനായിട്ട് ഈ ശർക്കരപ്പാനിയെല്ലാം അരിച്ച് ഇതേപോലെ ഒരു പാനിലേക്ക് ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചെറുപയർ പരിപ്പ് മുഴുവനും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി തന്നെ അതെല്ലാം മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് നമുക്ക് ഞാൻ നേരത്തെ തന്നെ ചെരുകി വെച്ചായിരുന്ന 2ാം പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ എത്ര പേർക്കാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ തേങ്ങാപ്പാൽ എടുക്കേണ്ടത്. പായസം അല്ലെങ്കിൽ പ്രഥമനൊക്കെ നീട്ടിയും കുറുക്കിയൊക്കെ നമുക്ക് വെക്കാമല്ലോ. അപ്പോൾ ഞാൻ 2ാം പാല് മുഴുവനും ചേർത്ത് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് ഏലക്ക കൂടി പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടോ ഏലക്കയും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ. ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. വീണ്ടും ഞാൻ ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനിടയിൽ. ഇതിലേക്ക് നമുക്ക് 1ാം പാലും കൂടെ ചേർക്കാം. അപ്പോൾ 1ാം പാലും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 1ാം പാലും ചേർത്തിട്ട് പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ കണ്ടോ, നന്നായിട്ടൊരു
കുറച്ച് തിക്കായിട്ടുള്ള പ്രഥമനായിട്ടാണ് വന്നിരിക്കണേ. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റ്. ഒരുപാട് ലിക്വിഡ് ആയി പോയി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തുകളും എല്ലാം ചേർത്ത് ഇളക്കിയിട്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തത് ചേർത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. ഇതൊന്ന് കഴിച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സദ്യക്കൊക്കെ വിളമ്പാണെങ്കിൽ പപ്പടം കൂട്ടിയോ പഴം കൂട്ടിയോ അല്ലെങ്കിൽ വെറുതെ തന്നെ കഴിക്കാനാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഓണത്തിന് എല്ലാവരും ഈ ഒരു ചെറുപയർ പ്രഥമൻ തയ്യാറാക്കി നോക്കുമല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ഹാപ്പി ഓണം.